അങ്ങനെ ബിഗ് ബോസ് തീർന്നിരിക്കുന്നു സുഹൃത്തുക്കളെ. കൂട്ടത്തിൽ എന്റെ കണ്ടന്റും എന്തോരം വീഡിയോസ് തന്നതായിരുന്നു ഈ ബിഗ് ബോസ്. കണ്ടോ, ഞാൻ ഈ റീലിന്റെ ഇടയിൽ വരെ ബിഗ് ബോസ് കുത്തി കയറ്റി. അത് കഴിഞ്ഞ് ബിഗ് ബോസ്, അത് കഴിഞ്ഞ് ബിഗ് ബോസ്, ബിഗ് ബോസ്, ബിഗ് ബോസ്, ബിഗ് ബോസ്. എനിക്ക് എന്തോരം വ്യൂസ് വന്നതെന്ന് അറിയാം ബിഗ് ബോസ്. ഞാൻ എങ്ങനെ സഹിക്കുന്നത്? ഈ ബിഗ് ബോസ് സീസൺ തീരുന്നത് കൂടി നമ്മൾ ആരെയാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്? ജാസ്മിൻ. ആക്ച്വലി ജാസ്മിനെ അല്ല, ജാസ്മിന്റെ വിവരക്കേടുകൾ. ചെറുപ്രായത്തിൽ തന്നെ പക്വതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയ പെൺകുട്ടി. അതെ, ജാസ്മിൻ അത്രയും പക്വതയേറിയ ഒരു വ്യക്തിയെ ഈ ബിഗ് ബോസ് സീസണിൽ കണ്ടിട്ടില്ല. മേക്കപ്പ് ട്യൂട്ടോറിയലുകൾ കൂടാതെ ഡിപ്രഷൻ, സൂയിസൈഡ് ആൻഡ് തന്റേതായ ശൈലിയിൽ സംസാരിക്കാറുണ്ട്. അതെ, യൂട്യൂബിൽ ഡിപ്രഷനെ കുറിച്ച് വാചാലയാവും. പക്ഷെ ബിഗ് ബോസ് ഗബ്രി പോയപ്പോൾ ഡിപ്രഷൻ വാരി എറിയുമായിരുന്നു. ഇൻട്രോയ്ക്കകത്തൊക്കെ വെള്ളം പതിച്ച മാടപ്രാവാണ്. പക്ഷെ അതിന്റെ അകത്ത് ശവം തിന്നാനിരിക്കുന്ന കഴുകനായിരുന്നു. പക്ഷെ ഈ ബിഗ് ബോസിലെ ഇൻസ്റ്റാഗ്രാം വരുന്ന ഓരോ കട്ടുകട്ടുണ്ടല്ലോ, അല്ലാതെ ഞാൻ കാണാറില്ല. അത് കണ്ടെടുത്തോളം എനിക്ക് മനസ്സിലായത് ജാസ്മിന് ബിഗ് ബോസ് അല്ലായിരുന്നു, ജാസ്മിന് സിനിമയായിരുന്നു പറ്റിയത്. ഒരു നമുക്ക് അഭിനയ കുലപതി ജാസ്മിനെ പരിചയപ്പെടാം. ഇപ്പൊ കണ്ടോണേ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫിൽറ്റർ ഉണ്ടല്ലോ ഇങ്ങനെ ഇരിക്കുന്നത്. ഒരു സെക്കൻഡ് 5 വികാരങ്ങളൊക്കെ കാണിച്ചു കളയും. അതാ ജാസ്മിൻ. എന്തായാലും നമുക്ക് ബിഗ് ബോസിൽ മറക്കാനാവാത്ത കുറച്ച് വ്യക്തികളെ ആദ്യം തൊട്ടൊന്ന് കാണാം. ആരൊക്കെ ഉണ്ടായിരുന്നു ഈ ബിഗ് ബോസ് ശരിക്കും? പൂജ കൃഷ്ണ, ഇതെനിക്കറിയാം. ഞാൻ ഇവരുടെ എല്ലാ ഇന്റർവ്യൂവും കണ്ടിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാൽ ആ ഇന്റർവ്യൂവിൽ അങ്ങനെയൊക്കെ എനിക്ക് തോന്നിയെങ്കിലും ഈ കൊച്ചു ബിഗ് ബോസിലോട്ട് വന്നപ്പം എനിക്ക് തീരെ ഇഷ്ടമല്ലാതായി. ബിഗ് ബോസിലോട്ട് വന്നപ്പോൾ ഓക്കെ ആയിരുന്നു, നല്ല മെച്യൂർ ആയിട്ടാണ് പെരുമാറിയത്. അതിനകത്ത് ആവശ്യമില്ലാത്ത ഡ്രാമയ്ക്കൊന്നും ചെന്നുമില്ല. അടുത്ത ഇന്റർവ്യൂവിന് എന്നെ ഒന്ന് പരിഗണിച്ചേക്കണേ. നന്ദന കയറുന്നതിന് മുമ്പേ കുറച്ച് നെഗറ്റിവിറ്റി പൊതിഞ്ഞോണ്ട് അകത്തോട്ട് കയറി പോയത്. ജാസ്മിൻ ഒത്തിരി നെഗറ്റീവ് ഉണ്ട്. അപ്പൊ അവിടെ കയറി ജാസ്മിനെ കുറച്ച് നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പൊക്കിക്കൊണ്ട് നടക്കുമെന്ന് വിചാരിച്ച് കാണും. എനിക്കറിയത്തില്ല. സീക്രട്ട് കഴിഞ്ഞിട്ട് അണ്ണന് കാറില്ലാത്ത പറ്റി കാറില്ലാത്ത ബിഗ് ബോസിലുള്ളവർ ചതിച്ചായിരിക്കും. പുള്ളിക്ക് പ്രത്യേക ഒരു ഫോണും കാറിന്റെ സീറ്റ് കൊടുക്കാന്ന് പറഞ്ഞ പ്രതികരിക്കാൻ അവര് കൊടുത്തില്ല. പിന്നെ പുള്ളി എങ്ങനെ പ്രതികരിക്കും? അഭിഷേക് ശ്രീകുമാർ, നമുക്ക് അങ്ങോട്ട് കുറ്റം പറയാനായിട്ടൊന്നും ഇല്ല ഇതിനകത്ത്. മഴവിൽ സേനയ്ക്കെതിരായി സംസാരിച്ചു എന്ന് പറഞ്ഞ് പുള്ളി എല്ലാവരും കൂടെ അടിച്ചു താത്തായിരുന്നു. പക്ഷെ എനിക്കത് വലിയ തെറ്റൊന്നും തോന്നിയില്ല. കാരണം പുള്ളി ആ കമ്മ്യൂണിറ്റിയെ മൊത്തത്തിലല്ല കുറ്റം പറഞ്ഞ, അതിനകത്ത് നടക്കുന്ന ചില നെഗറ്റിവിറ്റിയാണ് കുറ്റം പറഞ്ഞത്. വൈനോട്ട് അങ്ങനെ പറഞ്ഞുകൂടാന്ന് ആരും പറഞ്ഞിട്ടില്ല. പുള്ളിയുടെ അഭിപ്രായം മാത്രമാണ് പറഞ്ഞത്. അതിനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. സിജോ ജോൺ ചുറ്റുടു എല്ലാവർക്കും അറിയായിരിക്കും പുള്ളിക്ക് ഒരു മോശപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായി. അവൻ ആ റോക്കി കാരണം അതീ വെച്ച് ഞാൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. ആ ഷോ ആണെന്ന് കറക്റ്റ് മനസ്സിലാക്കി തിരിച്ചിടി കൊടുക്കാൻ എല്ലാവർക്കും പറ്റും. അത് ചെയ്തില്ല. അതൊരു പ്രത്യേക വിൽ പവർ ആണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടാണെങ്കിലും പുള്ളിക്കാരെ തിരിച്ചു വന്നു. അതൊരു കാട്ടു തീയായിട്ട്. പക്ഷെ കത്തിയില്ല. എനിക്കത് ബിഗ് ബോസ് കാർഡില്ലാത്തോണ്ടായിരിക്കും. പിന്നത്തെ ജാൻമണി വേണ്ട പ്രാവും ഓർക്കുമ്പോ പേടി വരുന്നത്. എന്തായിരുന്നു ഇത്? പിന്നുള്ളത് ഇതിലൊന്നും പ്രത്യേക യമുന റാണി. സോറി, ഞാൻ കഴിഞ്ഞ ഇതിനകത്ത് വിചാരിച്ചു ഇവര് കഴിഞ്ഞ ഏതെങ്കിലും സീസണിലായിരിക്കും വന്ന് എനിക്ക് അറിയത്തില്ലെന്ന്. പക്ഷെ ഈ സീസണിൽ ഉണ്ടായിരുന്നു. പിന്നെ എവിടെ ഇരിക്കുക? നമ്മുടെ ഡനിൽ പോയിരിക്കവാ. ഈ ബിഗ് ബോസ് തീർന്നപ്പോ ആ ബെഡ് കൂടി ഇതിന് കൊടുത്തുവിട്ടായിരുന്നു. പിന്നെ അയ്യോ ആദ്യത്തെ ആഴ്ച തന്നെ പറഞ്ഞു വിട്ട കാര്യമായി. പറഞ്ഞു വിട്ടിട്ട് ശല്യം സഹിക്കാൻ വയ്യ. അപ്പൊ അതിനകത്ത് നിന്നിരുന്നേലോ. എത്ര നാൾ കാത്തിരുന്നു നിനക്ക് വേണ്ടി ചക്കറ ബേബി, എന്തിനാ കാത്തിരുന്നേ എനക്ക് വേണ്ടി കലട്ടു പയ്യ, എന്തിനാ കാത്തിരുന്നേ എനക്ക് വേണ്ടി കലട്ടു പയ്യ. ഞാൻ പണ്ണു ഇങ്ങനെ പോയാൽ നാട്ടുകാർ തന്നെ പറഞ്ഞു. ഇയാള് കുറെ പാട്ടാന്നും പറഞ്ഞുകൊണ്ട് കുറെ വധ എഴുതിക്കൊണ്ട് വരും. അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് നമ്മൾ ഡിപ്രഷനിലായിരിക്കും. അസീർ ഓക്കെ ബിഗ് ബോസ് തീർന്ന കാര്യം അറിഞ്ഞോ എന്തുവാന്നാ പുള്ളി ഇപ്പോഴും ബിഗ് ബോസിന് മെസ്സേജ് അയക്കുമായിരിക്കും. അടുത്ത സീസണിൽ ഞാൻ പറയട്ടെ. നോറ മുസ്കാൻ ഇതുവരെ പ്രശ്നമൊന്നുമില്ല. സംസാരിക്കാൻ നേരം ഇച്ചിരി. ഗബ്രി ജോസ് പുള്ളിക്കാരുടെ അഭിപ്രായത്തിൽ ഹോർമോണിന്റെ ചഞ്ചലപ്പ് കാരണം നമുക്ക് ഏത് പെൺകുട്ടിയോ ഉമ്മ വയ്ക്കാം. കല്യാണം കഴിഞ്ഞവരെയാണേലും ലൈനുള്ളവരെയാണേലും നമുക്ക് ഉമ്മ വെക്കാമെന്നാണ് ഞാൻ പറയുന്നില്ലേ. ഇത് ശരണ്യാനത്ത് ഇത് ബിഗ് ബോസിലായിരുന്നു കാര്യം. ഇവരുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു. ഇത് സ്ത്രീകൾ ബിഗ് ബോസിൽ കയറണമെങ്കിൽ വഴങ്ങിക്കൊടുത്തിട്ടാണ്. ഇങ്ങനെ ചുമ്മാ വേഷം കെട്ടുള്ള കാര്യങ്ങൾക്ക് എന്റെ പേരെടുത്ത് എല്ലാം വലിച്ചെടുത്ത് ദൂരെ കളി. ഞാൻ പറഞ്ഞേക്കാം, ഈ ഡ്രസ് ഇട്ടുകൊണ്ട് മാത്രം ഇനി മേലെ ഇനി പറഞ്ഞ എന്റെ വേറെ സ്വഭാവം കാണും കേട്ടോ. എന്തോ കാണിച്ചെന്നാ പറയുന്നത്. ഇവൻ എന്തായാലും എന്നെ ഇന്റർവ്യൂവിന് വിളിച്ചാൽ ഞാൻ എന്തായാലും പോകും, ഉറപ്പാ. ഒരു ഇന്റർവ്യൂ കണ്ടിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ
ഏതായാലും ബിഗ് ബോസ് തീർന്നു. ജിൻഡോ വിന്നറായി, സെക്കൻഡ് അർജുനായി, തേർഡ് ജാസ്മിനായി. എന്തോ പറഞ്ഞാലും ജാസ്മിൻ തന്നെ ആയിരുന്നു തുടക്കം തൊട്ട് ഇങ്ങ് വരെ. അതിനകത്തെ റേറ്റിംഗും TRP അല്ല. ഞാൻ നോക്കിയിട്ട് ഒരു പ്രോത്സാഹന സമ്മാനമെങ്കിലും ആ കൊച്ചിന് കൊടുക്കണമായിരുന്നു. ഇനി നമുക്ക് ബിഗ് ബോസിനെ കുറിച്ച് ഒളിഞ്ഞിരിക്കുന്ന സത്യങ്ങളെ കുറിച്ച് സംസാരിക്കാം. ജാസ്മിൻ ആ ബിഗ് ബോസിന് അങ്ങോട്ട് ഇങ്ങ് വരെ കുറെ കണ്ടന്റ് കൊടുത്തെന്ന് ഞാൻ പറഞ്ഞു. എന്നും പറഞ്ഞിട്ട് ജാസ്മിന്റെ കഴിവാണോ? നമ്പർ 1 റീസൺ എന്തോന്ന് പറഞ്ഞാൽ സാഡിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ, മറ്റുള്ളവരുടെ സന്തോഷം തിന്ന് ജീവിക്കുന്ന കുറെ ആൾക്കാർ. അറിഞ്ഞോണ്ടാണേലും അറിയാതാണേലും നമ്മളൊക്കെ അതിനകത്ത് ഒരു ചെറിയ പാട്ടായിരിക്കും. കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ യൂട്യൂബ് കിട്ടിയപ്പോൾ സെർച്ച് ചെയ്തിട്ടുണ്ട് കേരള നാടൻ ഫൈറ്റ്, കേരള നാടൻ തെരുവിളി. ഇങ്ങനെ കൊച്ചാട്ടന്മാരുടെ അടി കണ്ടോണ്ടിരിക്കാൻ ഭയങ്കര രസമായിരിക്കും എല്ലാവർക്കും. അതിന് പറയുന്ന പേരാണ് സുഹൃത്തുക്കളെ സാഡിസ്റ്റ്. തെളിഞ്ഞില്ലേ നമ്മളൊക്കെ കുറച്ച് സാഡിസ്റ്റ് ആണ്. ബിഗ് ബോസിനകത്ത് കണ്ടവരുടെ വിഷമം കാണാനും അവർ തമ്മിൽ തരുന്ന കാണാനും നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അത് അവർ മുതലെടുക്കുന്നുണ്ട്. അത് അറിഞ്ഞു വെച്ചോണ്ട് തന്നെ കണ്ടവരുടെ തലയെ വലിഞ്ഞു കയറുന്നവനും അണ്ണാക്ക് തുറക്കുന്നവനും ഒക്കെ അവിടെ അറിയപ്പെടുന്നത് ഗെയിമർ എന്നാണ്. ഗെയിമർ. എന്റെ പൊന്നടാവേ, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. സാധാരണ കുറച്ച് മനുഷ്യരെ ഇതുപോലെ കുറച്ച് വീട്ടിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അങ്ങനൊന്നും അടിയൊന്നും ഉണ്ടാകത്തില്ല. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഷോ കുറച്ച് സ്ക്രിപ്റ്റഡ് ആണ്. അതിനകത്തുള്ള ആൾക്കാരൊന്നും വെറുതെ ചെയ്യുവല്ല, എല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്യുവാണ്, കാണുന്നവരെ പൊട്ടനാക്കുവാണ്. അല്ലെങ്കിൽ തന്നെ ഒരു ക്യാമറ ഫ്രണ്ട് ഇരുന്ന് ആരെങ്കിലും നോർമലായിട്ട് പെരുമാറുവോ? കല്യാണത്തിന് സദ്യ ഉണ്ടാകുന്നതിന് ക്യാമറ അവരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ എല്ലായുടെ മണ്ടക്ക് എറിഞ്ഞു തിന്നും. പിന്നെ ബിഗ് ബോസിന്റെ ഏറ്റവും വലിയ വിജയം മറ്റുള്ളവരുടെ ജീവിതത്തിൽ നടക്കുന്നത് അറിയാൻ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. സ്വന്തം വീട്ടിൽ നിന്ന് അപ്പുറത്തെ വീട്ടിലോട്ട് എത്തി നോക്കും, സ്വന്തം മാർക്ക് ഷീറ്റിൽ നിന്ന് മറ്റവന്റെ ഷീറ്റിലോട്ട് നോക്കും, സ്വന്തം സാലറിയിൽ നിന്ന് മറ്റവന്റെ സാലറിയിലോട്ട് നോക്കും. ഒരൊറ്റ ഷോ കാരണം അതിനകത്ത് വന്ന കണ്ടസ്റ്റൻസിന്റെ പഴയ കാമുകന്മാരെ വരെ തപ്പിയെടുക്കുന്നത് നമ്മൾ കണ്ടായിരുന്നില്ല. ഇപ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നടക്കുന്നത് എന്തുവാണെന്നറിയാൻ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അതിന്റെ കൂട്ടത്തിൽ കുറച്ച് അടിയും വഴക്കും കൂടെ കയറ്റി വിട്ടു കഴിഞ്ഞാൽ ഒന്നും പറയേണ്ട പറക്കും. ജാസ്മിന്റെ കഴിവാണോ അത്? പിന്നെ എനിക്ക് സീരിയസ് ആയിട്ട് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. ഈയിടെ ഞാനൊരു ന്യൂസ് കണ്ടായിരുന്നു. ഒരു കുട്ടി ആത്മഹത്യ ചെയ്തത്. എന്റെ സെയിം പ്രായമേ ഉള്ളൂ, 18-19 വയസ്സേ ആയിട്ടുള്ളൂ എന്ന് പറയും. ഇനി ഡിഗ്രിക്ക് ചേരാൻ നിൽക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. അത് സൈബർ ബുള്ളിങ്ങിന്റെ പേരിലാണ് എന്ന് പറയുന്നത്. ഒഫീഷ്യലായിട്ടൊന്നുമില്ല, അങ്ങനെയാണ് പറയുന്നത്. ഈ ഇൻസ്റ്റാഗ്രാമിന്റെ കമന്റ് സെക്ഷൻ അല്ലെങ്കിലും ഒരു പ്രത്യേകതയുണ്ട്. ഒരു കൈയില്ലാത്തവൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ പേരിൽ അവനെ കളിയാക്കും. ഒരു കാലില്ലാത്തവൻ വീഡിയോ ഇട്ടാൽ അതിന്റെ പേര് കളിയാക്കും. അതിന്റെ ഇപ്പുറത്തെ ഒരു ഇമോജിയും കൂടെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴത്തേനും ഡാർക്ക് ഹ്യൂമർ ആയി. അപ്പൊ അത് ആ കോമഡിയുടെ രീതിയിൽ എടുക്കണമെന്ന് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം. എല്ലാവരും അത് അങ്ങനെ എടുക്കണമെന്നൊന്നും ഇല്ല, എല്ലാവരും അതൊന്നും താങ്ങത്തൊന്നുമില്ല. കുറച്ച് മനുഷ്യത്വം വേണം. പിന്നെ ഇതിലോട്ട് വീഡിയോ ഇടാനായിട്ട് ഇറങ്ങുന്നവർ അറിയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഞാനിങ്ങനെ ഒരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞു, ഇതുപോലെ ഒരു ട്രെൻഡ് ഉണ്ടാക്കിയെന്നും പറഞ്ഞുകൊണ്ട് ഇതൊന്നും നിൽക്കാൻ പോകുന്നില്ല. നിങ്ങൾ ഇതിലൊരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഒരു വീഡിയോ ഇടുന്ന ആളാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ തെറ്റ് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ വെറുതെ വെച്ചേക്കത്തില്ല. അത് മനസ്സിൽ വേണം, അതിനുള്ള ധൈര്യം വെച്ചുകൊണ്ട് ഇറങ്ങാവുള്ളൂ. അയ്യോ എന്റെ ദൈവമേ, എന്നെയൊക്കെ വിളിച്ച തെറിയുണ്ടല്ലോ, കേട്ട് കഴിഞ്ഞാൽ അയ്യോ കണ്ണീന്ന് മൂക്കിന്നും ഒക്കെ തെറിക്കും. ഇപ്പോഴും ഞാൻ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. വേണമെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു നെഗറ്റീവ് കമന്റിന്റെ റിയാക്ഷനും ഞാൻ ഉണ്ടാക്കാം. അത് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും, എല്ലാത്തിനും കൊടുക്കാൻ. ഞാൻ ആ കുട്ടി മരിച്ചെന്ന് അറിഞ്ഞപ്പോൾ ആ കമന്റ് സെക്ഷനിൽ ചെന്ന് എല്ലാവരും RIPയും കുറെ കാര്യങ്ങളും ഒക്കെ ഞാൻ പറയുന്ന കേട്ടായിരുന്നു. അവരെല്ലാം കമന്റ് ഇട്ട് കഴിഞ്ഞ് നേരെ ജാസ്മിനെ തെറി വിളിക്കാൻ പോയി കാണും. ഇതൊക്കെ ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ കുറച്ച് ഇൻഫർമേഷൻ സ്റ്റൈൽ ആക്കാമെന്ന് വെച്ചു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോയിലോട്ട് നോക്കോ. ടാറ്റാ.